നിഖിലിന്റെ വീട്ടിൽ നിന്നും ചോദിച്ചു, ചേച്ചി എന്താ ഇതുവരെ വിവാഹം കഴിക്കാതെ ഇരുന്നത് എന്ന്. ഗ്രീഷ്മ അച്ഛനോട് ചോദിക്കുന്നത് കേട്ടാണ് അടുക്കളയിൽ നിന്നും ഗായത്രി വരുന്നത്. എന്തോ പറയാൻ വന്ന അച്ഛന്റെ നാവുകൾ ഗായത്രിയെ കണ്ടതും നിന്നു. അച്ഛൻ എന്താണോ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. ചോദിക്കാൻ വന്ന ഗ്രീഷ്മയും ഗായത്രിയെ കണ്ടുമിണ്ടാതെയിരുന്നു. ഗായത്രി അച്ഛന്റെ അടുത്ത് വന്നു. കൈയിലുണ്ടായിരുന്ന മരുന്നും വെള്ളവും അച്ഛനു കൊടുത്തു. രാവിലേക്ക് കൂടെ മരുന്നുള്ളൂ. ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ മേടിക്കാം. അച്ഛന് വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? ഇല്ല. പിന്നെ ഒന്നും സംസാരിക്കാതെ ടീപ്പോയിലിരുന്ന പത്രവും എടുത്തു ഗായത്രി റൂമിലേക്ക് പോയി. ഗായത്രി പോയെന്ന് കണ്ടതും പിന്നെയും ഗ്രീഷ്മ തുടങ്ങി, അച്ഛാ, അവരോടെന്താ പറയുക? അവിടുത്തെ അമ്മായി ചോദിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതാണോ ഇതുവരെ കല്യാണം കഴിക്കാത്തതെന്ന്. എനിക്ക് ആകെ എന്തോ പോലെയായി. അവർ ചോദിച്ചത് ശരിയല്ലേ, നല്ല ജോലി കാണാനും കുഴപ്പമില്ല, നല്ല വീട്, എന്നിട്ടും ഇതുവരെ. ഓരോരുത്തരും ചോദിക്കുമ്പോൾ പറയാൻ ഉത്തരമൊന്നും കിട്ടുന്നില്ല. നിന്റെ അച്ഛന്റെയും വലിച്ചന്റെയും ദുർവാശി കാരണമാണെന്ന് പറഞ്ഞൂടായിരുന്നോ നിനക്ക്? അടുക്കളയിൽ നിന്നും പണിയൊക്കെ തീർത്തുവന്ന അമ്മയാണ് ചോദിച്ചത്. എല്ലാവരുടെയും ദുർവാശി കാരണം ഇല്ലാണ്ടായതു എന്റെ കുഞ്ഞിന്റെ ജീവിതമല്ലേ? എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുഞ്ഞാ, എല്ലാരും കൂടെ ഇങ്ങനെയാക്കിയില്ലേ എന്റെ മോളെ? അവർ ചോദിച്ചത് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മ അതിനിനി ഇവിടെ കിടന്നു പുരാണമൊന്നും അഴിക്കാൻ നിൽക്കണ്ട. അവരുടെ ബന്ധത്തിലുള്ള ഒരു ചേട്ടനുണ്ട്. ആൾട്ടെ 2ാം വിവാഹമാണ്. അങ്ങനെ എന്നേലും പ്രശ്നമായി ചേച്ചി കല്യാണം കഴിക്കാതെ നിൽക്കുന്നതാണേ, അതാലോചിച്ചല്ലോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞതാണ്. ഇനി അതിന് എന്നെ തിന്നാൻ വരണ്ട, ഞാൻ കിടക്കാൻ പോവാ. എല്ലാരും കൂടെ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചു. എന്നിട്ടിപ്പോ അവളൊന്നും അറിയാത്ത പോലെ. ഞാൻ കിടക്കാൻ പോവാ. ഇവിടെ നിന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും. ഇതൊക്കെ ആരാണെന്ന് പറയാം. നമ്മുടെ കുടുംബനാഥൻ രമേശൻ ബാങ്ക് മാനേജറായിരുന്നു. ഇപ്പൊ റിട്ടയർഡായി. ഭാര്യ അംബിക അധ്യാപികയായിരുന്നു. അവർ കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇപ്പോൾ ജോലിയൊക്കെ രാജിവെച്ച കുടുംബസ്ഥയായി വീട്ടിൽ ഇരിക്കുന്നു. 2 മക്കൾ, ഗായത്രിയും ഗ്രീഷ്മയും. ഗായത്രി അവിടെ തന്നെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഗ്രീഷ്മ എഞ്ചിനീയറാണ്. ഗായത്രിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അത് മനസ്സിലായല്ലോ അല്ലേ? കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആയതുകൊണ്ട് അവൾ വിവാഹം കഴിക്കാതെ നിൽക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ വിവാഹമാണ്. വരൻ നിഖിൽ. ആളും എഞ്ചിനീയറാണ്. ബാക്കി ആൾക്കാരൊക്കെ പുറകെ പരിചയപ്പെടാം. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.